എടാ നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എടാ പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റാതെ സന്യാസിയാവുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ വേണ്ടി സന്യാസിയാവുന്നവനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അളിയ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുക, നമുക്കൊരു ഡോക്ടറെ കാണാം. നിനക്ക് സത്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. എടാ നീ ഇതെന്തോന്ന് പറയണത്? ഞാൻ സന്യസിക്കാനൊന്നുമല്ല പോണത്. രേവതിക്ക് എന്നെ ഇഷ്ടമായി, അവളെ അമ്മയ്ക്ക്. പിന്നെ ഞങ്ങളെ കല്യാണം നടക്കണമെങ്കിൽ ശ്രീ ഭോജനാമയി ദേവിയുടെ വിശ്വാസി ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ അമ്മയെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പം കൊള്ളാം, അത്യാവശ്യം സിദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതിന് ഞാനും അവളെ പോലെ വിശ്വസിക്കാൻ പോവാ. എടാ നീ ഒരു സർക്കാർ ജോലിക്കാരനല്ലേ, നിനക്ക് ആവശ്യത്തിന് പഠിപ്പില്ലേ? എന്നിട്ട് നീ ഈ ആൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നു പറഞ്ഞു എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ പഠിപ്പുണ്ടായിട്ട് എന്തിനല്ലേ വിവരം വേണ്ടേ? എടാ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വാ. ആ അമ്മയോട് നീ ഒരു 5 മിനിറ്റ് സംസാരിച്ചോ, നീ വിശ്വാസിയാവും. എന്തൊരു തേജസ്സാണെന്നറിയാമോ? അച്ഛൻ്റെ പേര് സഹദേവൻ പിള്ള അല്ലേ? അതെ. അദ്ദേഹം ഒരു കർമ്മനിരതനും സൽഗുണ സമ്പന്നനുമായിരുന്നു എന്ന് നാം കാണുന്നു. അതെ. മകളെ ധൈര്യമായി കൈപിടിച്ചു കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ സർവ്വ ഗുണങ്ങളും കിട്ടിയിരിക്കുന്ന ആത്മാവാണ് ഇദ്ദേഹത്തിന്. ഇനി വെച്ച് നീട്ടണ്ട, ഉടനെ ഇതങ്ങ് നടത്താം. എന്തേ? കൂടെയുറങ്ങാൻ കൊതിയാകും. നെർവസ് ആണല്ലേ? ഞാനും ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അയ്യോ ആന്തോറ്റി ചേട്ടാ ആദ്യമായിട്ടാണോ പാല് കുടിക്കുന്നത്? അയ്യോ അതല്ല, ഈ ഫസ്റ്റ് നൈറ്റിൻ്റെ നെർവസ്നെസ്സിനെ പറ്റി പറഞ്ഞതാ. ഓ അതാണോ? അത് സമയമുണ്ടല്ലോ, മാറിക്കോളൂ. പിന്നെ ചേട്ടാ പാല് കുടിച്ചിട്ടേ ഗ്ലാസ് അവിടെ വെച്ചാൽ മതിയേ. രാത്രി ആയോണ്ടേ ജനലൊന്നും തുറക്കണ്ട, കൊതുക് വരും. താൻ പറയണത് കേട്ടാ ഞാനിവിടെ ഒറ്റയ്ക്കാണ് കിടക്കാൻ പോണെന്ന് തോന്നുമല്ലോ. പിന്നെ അല്ലാതെ ഞാൻ അമ്മയുടെ കൂടെ അല്ലേ കിടക്കണേ? അല്ല അപ്പം നമ്മുടെ ഫസ്റ്റ് നൈറ്റാ? ഉയ്യോ അത് ഇന്നല്ല, ഭോജനാമ ശാന്തിമുഹൂർത്തം കുറിച്ച് തന്നിട്ടുണ്ട്. അതിലിനി 37 ദിവസമുണ്ട്. 37 ദിവസം? അത് പറ്റൂല. പറ്റിയേ പറ്റൂ, അറിയാലോ. ഭോജനാമ പറഞ്ഞാലേ പറഞ്ഞതാ. അണുവിടെ തെറ്റിച്ചാലേ പണി ഈ പാലും വെള്ളത്തിൽ കിട്ടും. ആ എന്നും പറഞ്ഞു ഒന്നുമില്ല. ചേട്ടൻ പാല് കുടിച്ചിട്ടേ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എൻ്റെ അമ്മ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കേൾക്കൂല, പക്ഷെ ഭോജനാമ്മ പറഞ്ഞാലേ ആ ഓരോന്നിരുന്ന് പറയണത്. മനുഷ്യ ഇവിടെ 34, 35, 36, 37 ഒരു ദിവസം കൂടെ. ചേട്ടാ നാളെ രാവിലെ 3 മണിക്ക് എണീക്കോ? എന്തിന്? നാളെ ഭോജനാമ്മയുടെ ജന്മനാളാ. ജപവും ഗ്രഹപൂജയും ഉണ്ട്. എണീക്കാം. പൂജയൊക്കെ കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് കുടുംബജീവിതത്തിലോട്ട് കിടക്കാം. ഭോജനാമയി അമ്മേ ഭോജനാമയി, ഭക്തി മുക്തിദായിനി ഭോജനാമയി. ഭോജനാമയി
അമ്മയുടെ ഈ ജന്മനാൾ പ്രമാണിച്ച് നടന്ന ഈ പുണ്യധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഭോജനാമായി അമ്മ സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. ഇതിനുശേഷം നമ്മുടെ പുണ്യതീർത്ഥം സേവിച്ച് എല്ലാവർക്കും അവരുടെ ദിനക്രിയകൾ ആരംഭിക്കാവുന്നതാണ്. രേവതി, നല്ല വിശപ്പുണ്ട്, ഒരു ഗ്ലാസ് ചായ. അയ്യോ മോനെ, ഇനി തൊട്ട് 41 ദിവസം ഭജനയാണ്. എന്തിന്? കരിക്കും വെള്ളവും ഒരു നേരത്തെ നിലരിയാഹാരം മാത്രമേ ഇനി പാടുള്ളൂ. ശാന്തി മുഹൂർത്തത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അയ്യോ, അതിനും പ്രശ്നമുണ്ട്. അതെന്തോന്നു? ശാന്തി മുഹൂർത്തം പാടില്ലെന്നാ അമ്മ പറഞ്ഞേ. അമ്മ എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയണത്? ഈ അമ്മയല്ല, ഭോജനാമയി അമ്മ. ആ അമ്മ എന്നെ കുറിച്ച് തന്നത്. ചേട്ടാ, അന്നത്തെ കാലം നമ്മുടെ ഗ്രഹനിലയിലെ മാറ്റം ഉണ്ടെന്ന് അമ്മയുടെ സിദ്ധിയിൽ തെളിഞ്ഞതാ. അതുകൊണ്ട് ഇനി 41 ദിവസം നമ്മൾ വ്രതം അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. വാ, കരിക്കും വെള്ളം കുടിക്കാം. അല്ല, ശാന്തി മുഹൂർത്തം കുറിച്ച് തന്ന് ഉള്ള ദിവസമൊക്കെ ഭജന ഇരിക്കും. കൊള്ളാം, കൈ കാണിച്ചോട്ട് ഇരുന്നാൽ മതിയല്ലേ. എടാ, ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞല്ലേ ഇത് വള്ളിയാണെന്ന്. എടാ, വിശ്വാസമൊക്കെ നല്ല തന്നെ, ഇത് പക്ഷെ അന്ധവിശ്വാസമാണ്. എടാ, ഈ പെണ്ണുമ്പിള്ള ആകെ അലമ്പാടാ, ഫ്രാഡ്. എടാ, രേവതിയുടെ അച്ഛൻ ക്യാൻസറിന്റെ അവസാന സ്റ്റേജിലാണ് മരിക്കണത്. പുള്ളിക്ക് ഒട്ടും വയ്യാത്ത സമയമാണ് ഇവർ രണ്ടുപേരും കൂടെ ആ അമ്മയുടെ ആശ്രമത്തിൽ പോണത്. അന്ന് രേവതിയുടെ അമ്മയെ മാറ്റി നിർത്തി അവർ പറഞ്ഞതാണ് പുള്ളിക്കാരൻ 6 മാസം താണ്ടൂല. അതങ്ങ് വലിച്ച് ഇവർ കടുത്ത ഭക്തരുവേ. അത് പറയാൻ അവർ വേണമല്ലോ. എടാ, ഈ ഗണിക്കലും പറയലും ഒക്കെ അവരുടെ സ്ഥിരം നമ്പറാ. എടാ, അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പനി വന്നു. ഇവരെന്തോന്ന് ചെയ്തതെന്ന് അറിയാമോ? അമ്മേ, ഭോജനാമേ, തീരങ്ങളൊക്കെ മാറ്റിത്തരണേ. രേവതി, ഓ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമോ? അയ്യോ, അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുള്ളല്ലേ ശനിയാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കൂടാന്ന്. അങ്ങനെ പോയാലേ അസുഖം മാറാ നീണ്ടു പോവും. അമ്മ ഇപ്പം മരുന്ന് കൊണ്ടുവരും. അല്ല, എന്നെ കാണാതെ എങ്ങനെ ഡോക്ടർ മരുന്ന് കൊടുക്കും? അതൊക്കെ അമ്മ കൊണ്ടുവരും. ഇതാ മോളെ, ഇതൊന്ന് കൊടു. പറഞ്ഞേ. ഇത് ഹോമിയോ മരുന്നാ? അതിനേക്കാളും എഫക്റ്റുള്ള മരുന്നാ മോനെ ഭോജനാമ്മയുടെ വിഭൂതി. നീ നോക്കിക്കോ, ഒരു ഉറക്കം കഴിയുമ്പോൾ തന്നെ എല്ലാ അസുഖവും മാറും. എന്നിട്ട് മാറിയാ? എവിടെ? പനിച്ച് അവസാനം പനിക്ക് സ്വയമേ നാണക്കേട് നോക്കിപ്പോയി. അളിയാ, ഇത് ഡേഞ്ചറാണ്. അമ്മയ്ക്ക് പ്രായമായെന്നെങ്കിലും പറയാം, പക്ഷെ രേവതി അവളും കൂടി ഇങ്ങനെ തുടങ്ങിയ നിന്റെ ലൈഫ് നന്നായിരിക്കും. ആ ചേട്ടാ, ഒന്ന് നിന്നേ. അതിനൊന്നും അല്ല, ഇത് കെട്ടാൻ മാറിങ്ങോട്ട്. ഇത് കെട്ടിട്ടെന്ന് എന്തിനു? ഭോജനാമി തന്നതാ. പിന്നെ മറ്റന്നാ വൈകുന്നേരം അമ്മ ഗൃഹസന്ദർശനത്തിന് വരുന്നുണ്ട്. അന്ന് ചേട്ടൻ നേരത്തെ വരണേ ഓഫീസിൽ നിന്ന്. അയ്യോ, നേരത്തെ വരാനൊന്നും പറ്റൂല, എനിക്കൊന്ന് യൂണിയന്റെ മീറ്റിംഗ് ഉണ്ട്. അയ്യോ, ഒന്നും പറഞ്ഞാൽ പറ്റൂല. എല്ലാ 3 മാസം കൂടുമ്പോഴും അമ്മ ഭക്തരുടെ അഭിവൃദ്ധി അന്വേഷിക്കേണ്ടി വരുന്നതാണ്. അന്ന് കുടുംബത്തിലെ എല്ലാവരും വീട്ടിൽ വേണം. ചേട്ടൻ വന്നേ പറ്റൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അമ്മ അതിനുള്ള പൂജയും പരിഹാരം ഒക്കെ പറഞ്ഞുതരും. നേരത്തെ വരണേ. വരാം. മക്കളെ, അമ്മ ഇവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ. ഈ വീട്ടിൽ എന്തോ അനർത്ഥം നടക്കാൻ പോകുന്നതായി കാണുന്നു. കന്നിമൂലയിൽ ഒരു ആത്മാവിന്റെ സാന്നിധ്യം. പേടിക്കാനൊന്നുമില്ല. ഇവിടുന്ന് വിഷ്ണുപാദം പുൽകിയ ഇവിടുത്തെ ഗൃഹനാഥന്റെ ആത്മാവാണ്. അത് ഇവളുടെ അച്ഛൻ്റെ ആത്മാവല്ലേ അമ്മ, അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരുടെ ആണെങ്കിലും ആത്മാവ് തന്നെയല്ലേ മകനെ. സാന്നിധ്യം നല്ലതല്ല. അല്ല, ഇനിയിപ്പോൾ അഥവാ അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ ഭാര്യയും മോളും മരുമോനും ഒക്കെ തന്നെയല്ലേ, അപ്പൊ പിന്നെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ അമ്മ ഒന്നും വെറുതെ പറയാറില്ല. എന്നെ വിശ്വാസമില്ലാന്നുണ്ടോ? ഇല്ലമ്മ,
ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ആത്മശാന്തി പൂജ. ഈ പൂജയിൽ ഞാൻ ആ ആത്മാവിനെ ആവാഹിച്ചു വരുത്തി വരവിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി തരാം. അതങ്ങ് ചെയ്തു കൊടുത്താൽ മതിയാവും. എല്ലാം അമ്മ പറയുന്ന പോലെ. എങ്കിൽ നാളെ നമ്മുടെ ആശ്രമത്തിലേക്ക് വന്നോളൂ, നമുക്കതങ്ങ് ചെയ്യാം. എന്തേ? അമ്മേ, ചെറിയ അവിശ്വാസമുണ്ടല്ലേ മോന്? അയ്യോ, അങ്ങനെയൊന്നുമില്ല അമ്മ. നല്ലത്, വളരെ നല്ലത്. ജയന്തി, നോക്കണ്ട, ഇത് ഞാനാണ്, നിന്റെ ഭർത്താവ്. എനിക്ക് സമാധാനമില്ല, എനിക്ക് പരലോകത്ത് സമാധാനമില്ല. അമ്മേ, ഭോജനാമയി ദേവി, എനിക്ക് മോക്ഷം തരൂ, എനിക്ക് മോക്ഷത്തിനുള്ള വഴി തരൂ. സംസാരിച്ചോ ഭർത്താവിനോട്? ആത്മാവ് എന്തു പറഞ്ഞു? സമാധാനമില്ല, മോക്ഷം വേണമെന്നാ പറഞ്ഞു. പരലോകത്തും ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. അടുത്ത മാസം 2 വർഷം തികയല്ലേ അദ്ദേഹം വിഷ്ണുപാദം പുൽകിയിട്ട്? അതെ അമ്മേ. ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ കുടുംബത്തിലുള്ളവർ സൽക്കർമ്മം ചെയ്യണം, പുണ്യം നേടണം. അതിനെന്ത് ചെയ്യണോ അമ്മ? ദാനം. ഈ ആണ്ടിൽ ബലിയിടുന്നതിനോടൊപ്പം ദാനവും ചെയ്യാം. നിർധരായ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് നമുക്ക്. അവിടെ 6 അക്കത്തിൽ കുറയാത്തൊരു സംഖ്യ ദാനം ചെയ്യാം. അമ്മ പറയും പോലെ. അമ്മ പറഞ്ഞ പോലെ ആ ട്രസ്റ്റിലേക്ക് പൈസ കൊടുക്കുക അല്ലേ മോളെ? അല്ല, അവർ 6 അക്കമല്ലേ ചോദിക്കണത്. അതായത് 1 ലക്ഷത്തിൽ കുറയാതെ കൊടുക്കേണ്ടി വരും. ചേട്ടാ, നമ്മൾ സാധാരണക്കാരായോണ്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര വലുതായിട്ട് തോന്നുന്നത്. ഓരോ ഭക്തരെ ദക്ഷിണാണ് ലക്ഷങ്ങളാണ് കൊടുക്കണേ. കൊടുക്കണവർക്ക് അതിൻ്റെ ഇരട്ടി കിട്ടണമുണ്ട്. ശക്തിയുള്ള അമ്മയാണ്. എന്നാലും ഇത്രയും പൈസ എന്നൊക്കെ പറയുമ്പം അത് കുഴപ്പമില്ല. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ 2 ലക്ഷത്തിൻ്റെ FD ഉണ്ട്, അതിനെ എടുക്കാം. പക്ഷെ അത് മതിയാവും അമ്മ? അത് കൊടുത്ത് അമ്മയടുത്ത് പറയാം മോളെ. അച്ഛനെല്ലാം അറിയാമല്ലോ. എങ്ങനെയെങ്കിലും മോശം കിട്ടിയാൽ മതിയായിരുന്നു. ദൈവമേ. സന്തോഷമായി, തൃപ്തിയായി. അമ്മേ, ഭോജനാമയി ദേവി. ജയന്തി മോളെ, അച്ഛന് സന്തോഷമായി. അച്ഛൻ പോവാ. അമ്മേ, ഇവരെ കാത്തോളണേ. അദ്ദേഹത്തിന് സന്തോഷമായി, മോക്ഷപ്രാപ്തി കിട്ടിയിരിക്കുന്നു. ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ അമ്മേ? വേണ്ട,
ഞാൻ ആ ആത്മാവിന് മോക്ഷം കൊടുത്തു. ഇനി നിങ്ങൾ സന്തോഷമായിരിക്കുക മക്കളെ. ഈ അമ്മ ഭക്തരെ ഒരിക്കലും കൈവിടില്ല. അമ്മയാണോ തട്ടിയത്? ഇല്ല, എൻ്റെ റൂമിൽ ആരോ തട്ടി. അത് പിന്നെ ആര്? രേവതി, ആ ടോർച്ചും എടുത്തേ. ഇവരെ കള്ളന്മാരുമായിരിക്കൂ. കള്ളന്മാരടങ്ങി കഥവ് തട്ടി നമ്മളെ വിളിക്കൂ. അവിടെ ആരെയും കണ്ടില്ല. അമ്മ ഒരു കാര്യം ചെയ്തു, കിടന്നോളൂ, ഞാൻ ഡോർ അടച്ചിട്ടാ. അയ്യോ അമ്മ, അയ്യോ അമ്മ. എന്തമ്മ? അയ്യോ, അമ്മയുടെ ഫോട്ടോ എവിടെ? ഇത് ഇന്നലെ ഇവിടെ ആരോ കയറിയിട്ടുണ്ട്. ആര് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയൂലേ? ഇത് വേറെ എന്തോ ആണ്. അല്ലമ്മ, ഇത് കൺഫേം, ഇവിടെ ആരോ വന്നിട്ടുണ്ട് ഇന്നലെ. അയ്യോ അമ്മ, അമ്മ ചേട്ടാ വെള്ളം എടുക്ക്. അമ്മ, അമ്മ ഇത് താഴെ സിങ്കിലുണ്ടായിരുന്നു. മോള് കരയണ്ട. അമ്മയ്ക്കെതിരെ നിന്ന് ഒരു ശക്തിയും ഇതുവരെ വെറുതെ പോയിട്ടില്ല. അമ്മ ഇന്ന് തന്നെ ഗൃഹസന്ദർശനത്തിനെത്താം. ഒരു ദുരാത്മാവിൻ്റെ സാന്നിധ്യം കാണുന്നു. പക്ഷെ അമ്മേ, ആ ആത്മാവ് മോശം കിട്ടി പോയതല്ലേ? ഇതല്ല, ഒരാത്മാവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് മറ്റൊരാത്മാവിന് വരാൻ എളുപ്പമാണ്. ഇവിടുത്തെ കുടുംബനാഥൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടുവന്ന മറ്റൊരു ദുരാത്മാവ്. ലക്ഷ്യം നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കലാണ്. അതാരാണമ്മേ? ഈ വീടിൻ്റെ ആദ്യത്തെ ഉടമ. അദ്ദേഹം ജപ്തി ഭീഷണി നേരിട്ടപ്പോഴല്ലേ നിങ്ങൾ ഈ വീട് വാങ്ങിയത്? തൻ്റെ സ്വപ്ന ഭവനത്തിൽ നിങ്ങൾ താമസിക്കുന്നത് ആ ആത്മാവ് വെറുക്കുന്നു. അല്ല, അതിന് അമ്മയുടെ ഫോട്ടോ എന്തിനാണ് എടുക്കണത്? എൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ. എന്നാലേ അതിന് നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുകയുള്ളൂ. അമ്മേ, ഇതിന് എന്താണ് ഒരു പ്രതിവിധി? പൂജ വേണം, പിന്നെ പരിഹാരദാനവും. അമ്മയുടെ ട്രസ്റ്റ് പല നിർധരായ വ്യക്തികൾക്കും വീട് വെച്ച് നൽകുന്നുണ്ട്. അതിലേക്ക് ഒരു തുക നിക്ഷേപിക്കുക. ഇപ്പോൾ നിർമ്മിക്കുന്നൊരു വീടിന് നിങ്ങളുടെ നാമധേയവും നൽകാം. അങ്ങനെ ആ ആത്മാവിനെ വിളിച്ചു വരുത്തി നിങ്ങളുടെ നന്മ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞു പോക്കോളൂ. എന്നാ അത് എത്രയും വേഗം ഞങ്ങൾ ചെയ്യാമേ. അല്ല അമ്മ, അത് അരുത് മോനെ, തടസ്സം പറയരുത്. മോളെ, ഈ ആത്മാവ് പൊറുക്കണമെങ്കിൽ ഈ മോൻ തന്നെ ആ സംഭാവന തുക അവിടെ കൊണ്ടുവരണം. കാരണം ഇപ്പോൾ ഇവൻ പറഞ്ഞ തടസ്സം ആ ആത്മാവ് കേട്ടിട്ടുണ്ടാവും. ശരി അമ്മേ.
ഞാൻ പോവാ. എന്റെ വീട് നീ നന്നായി നോക്കില്ലേ? നോക്കാം. നീ ദാനം ചെയ്യില്ലേ? പാവങ്ങളെ സഹായിക്കില്ലേ? നീ ഇവനെ തടയുവോ? പറയടാ, നീ ഇവനെ തടയുവോ? ഇല്ല. അമ്മേ, ഭോജനാമയി മാപ്പ്. ഞാൻ ചെയ്തതിന് മാപ്പ്. ദുരാത്മാവ് പോയി. ഈ വീട് ശുദ്ധമായി. പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം? കൊള്ളായിരുന്നു. അളിയാ, ഇങ്ങ് കയറി വാ. സ്വാമിയമ്മോ, നമോവാദം. എന്നെ മനസ്സിലായോ? ഇവിടെ 2 ദിവസം ചുറ്റി നടന്ന നിങ്ങൾ ഇപ്പൊ ഒഴിപ്പിച്ച ആ പാവം ദുരാത്മാവാണേ. ദുരാത്മാവ്, മുന്നുടമസ്ഥൻ, മാങ്ങാത്തൊലി. ഏതായാലും ഭോജനാമ്മയ്ക്ക് മൊത്തത്തിലൊരു അഭിഷേകത്തിന് സമയമായി. എടാ, നീ താഴെ പോയി ആ ഡോറങ്ങ് ക്ലോസ് ചെയ്തേരെ, ഇല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി കളയും. അമ്മ, ഇവരെ വിശ്വസിക്കരുത്. ചെകുത്താനാണ് ഇവനെയും ഇവന്റെ കൂട്ടുകാരെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ചെകുത്താൻ. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കാര്യം തള്ളിയുണ്ടല്ലോ, തള്ള ചെവിക്കല്ലേ അടിച്ചു പൊട്ടിച്ചറിയും. അന്ന് ട്രസ്റ്റിൽ പൈസ ഇട്ടപ്പോൾ മുതലേ ഞാനും ഇവരും നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു. അതൊക്കെ പിന്നെ അമ്മയ്ക്ക് അറിയാതിരിക്കുമോ? ത്രികാല ജ്ഞാനിയല്ലടാ അമ്മേ. അമ്മയുടെ അകക്കണ്ണ് വഴി ഇപ്പം നിങ്ങളുടെ ആശ്രമത്തിൽ നടക്കുന്നത് വല്ലതും തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആശ്രമം പോലീസ് സീൽ ചെയ്തു. അവർ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പോലുള്ള വിശ്വാസികളെ പൂജ, പരിഹാരം, ബാധ ഒഴിപ്പിക്കലെന്നൊക്കെ പറഞ്ഞേ കുറേ കോടികൾ പറ്റിച്ചല്ലേ. ഇനി ഈ കാഷായ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് കുറച്ച് നാളിൽ ജയിലിൽ ധ്യാനം ഇരിക്കാം. രഘു, നിന്റെ ഭോജനമയ്യമ്മയുടെ സിദ്ധി കണ്ടല്ല. ഇടി, നിങ്ങളെപ്പോലുള്ളവരുടെ പേടിയാണ് ഇവറ്റകളുടെ മുതലെടുപ്പ്. വിശ്വാസത്തിന്റെ പേരിൽ ഓരോ കോപ്പറായങ്ങളും കാണിച്ചു കൂട്ടി ഭജനയും പാടി അവസാനം നീയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പറമ്പുവേ നിന്റെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കണേ എന്ന് വരുന്ന സ്വഭാവം. അമ്മ, ഇനിയെങ്കിലും എന്തിനും ഏതിനും ഇതുപോലുള്ള ആസാമിമാർ പറയണത് കേൾക്കാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കും. വിശ്വാസം ഒരിക്കലും ഒരു തെറ്റല്ല. എന്നാൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് പോലും മനസ്സിലാക്കാതെ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നത് വലിയൊരു തെറ്റാണ്. ഇന്ന് പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളവർ പോലും ഇത്തരം കള്ളസ്വാമിമാരെ വിശ്വസിച്ച് സ്വന്തം ജീവിതം തുലയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. ഒരു യഥാർത്ഥ ഗുരുവിന് നിങ്ങളുടെ പണമോ സമ്പത്തോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തി ലാഭങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ കച്ചവടമാക്കുന്ന ഇത്തരം കള്ളസ്വാമികളുടെ കയ്യിൽ
ഇനിയെങ്കിലും ചെന്ന് പെടാതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും ആരും സൊല്യൂഷന് വേണ്ടി കള്ളസ്വാമിമാരെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുള്ള ഇത്തരം അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. SK ടോക്സ് സ്ഥിരമായി കാണുന്ന 66% പേരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മളുള്ള ഒരു സപ്പോർട്ട് അറിയിക്കാൻ, നമ്മുടെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന